പ്രോട്ടീൻ കൊണ്ടാണ്. രോഗപ്രതിരോധ ശക്തി നിയന്ത്രിക്കുന്ന ആന്റിബോഡീസ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. നമ്മുടെ പേശികൾ മസിൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺസ്, അതുപോലെ തന്നെ ശരീരത്തിലെ എല്ലാം, തലമുടി മുതൽ നഖം വരെ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. ഈ ഒരു ശീലം നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങണം. ഇൻവെസ്റ്റ് ഓൺ യുവർ ഹെൽത്ത്. റെഡിയാണല്ലോ? അപ്പൊ പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടന്റാ. ഞാൻ ഉറപ്പാക്കുന്ന ഒരു കാര്യമുണ്ട്. 3 നേരം ഭക്ഷണം കഴിച്ചാലും ആ 3 നേരത്തിലും പ്രോട്ടീൻ ഉണ്ട് എന്ന് ഞാൻ ഉറപ്പുവരുത്താനുണ്ട്. അത് നിങ്ങളും എന്ത് ചെയ്യണം? ശീലിക്കണം. റെഡിയാണോ? യെസ്. പ്രോട്ടീൻ ഐതരൊക്കെ അടിപൊളി പ്രോട്ടീൻ സപ്ലിമെന്റ് ആയിട്ട് യൂസ് ചെയ്യാം. പ്രോട്ടീൻ സപ്ലിമെന്റ്സ് യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? പ്രോട്ടീൻ സപ്ലിമെന്റ് ഗുണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ 25 വയസ്സ് 26 വയസ്സ് ഞാനൊരു 100 ഗ്രാം പയർ കഴിക്കുന്നു. ഓൾമോസ്റ്റ് 20-25 ഗ്രാം പ്രോട്ടീൻ അതിലുണ്ട്. ഒരു 60-70 വയസ്സായ ഒരു ചേട്ടൻ 100 ഗ്രാം പയർ കഴിക്കുന്നു. ഓക്കെ, ആൾക്ക് 20 ഗ്രാം പ്രോട്ടീൻ കിട്ടുമെന്ന് കിട്ടോ? ഇല്ല. കാരണം എന്താണ്? ദഹനശേഷി കുറവായിരിക്കും. ആണോ? അല്ലേ? യെസ്. അത് പ്രായം കൂടുമ്പോൾ അങ്ങനെയാണ്, ദഹനശേഷി കുറവായിരിക്കും. അവർക്ക് നമ്മൾ സപ്ലിമെന്റ്സ് നേരിട്ട് കൊടുക്കുവാണെങ്കിൽ ഈ ഗ്യാപ്പ് എന്ത് ചെയ്യാൻ പറ്റും? ഫുൾഫിൽ ചെയ്യാൻ പറ്റും. പിടികിട്ടിയ? അതാണ് ബേസിക്കലി സപ്ലിമെന്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സപ്ലിമെന്റ്സ്. അപ്പം ഞാൻ അങ്ങനെ അന്ന് വയസ്സായവർ മാത്രം സപ്ലിമെന്റ്സ് ഉപയോഗിച്ചാൽ മതിയെന്നാണോ? അല്ല. ഞാൻ ഇന്ന് രാവിലെ കഴിച്ചത് പ്രോട്ടീൻ ഷേക്ക് മാത്രമാണ്. ഒരു സ്കൂപ്പ് പ്രോട്ടീൻ ഇട്ടു, ഒരു പഴം ഇട്ടു, ഇച്ചിരി പാലൊഴിച്ചു, ബാക്കി വെള്ളം തന്നെയാണ്. പിന്നെ 2-3 നട്ട്സ് ഒക്കെ ഇട്ട് അടിച്ചു കുടിച്ചു. മതി. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. ഹലോ, നമ്മുടെ ഇതൊക്കെ എന്താണ്? ബേസിക്കലി ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഹലോ, അല്ലേ? 10 കൊല്ലം കഴിയുമ്പോഴും ഞാനിവിടെ വരും. അന്ന് ഈ ഇൻവെസ്റ്റ്മെന്റ് എന്താന്ന് മനസ്സിലാവും. ഹലോ, അന്ന് നിങ്ങൾ കാണാനുണ്ടെങ്കിൽ ഉണ്ടാവണമെങ്കിൽ ഇതുപോലെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിക്കോ. ഓക്കെ? യെസ്. അപ്പം ഇതാണ് സപ്ലിമെന്റ്സ്. ഇതാണ് പ്രോട്ടീന്റെ ഫങ്ഷൻസ്. ഓക്കെ, നമ്മൾ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തുന്ന ഒന്നാണ് പ്രോട്ടീൻ. ഒരു ശരാശരി 60 കിലോഗ്രാം ഭാരമുള്ള ആൾക്ക് ഏകദേശം 48 ഗ്രാം പ്രോട്ടീൻ ഡെയിലി വേണം. ഡെയിലി എന്ന് പറഞ്ഞാൽ ഒറ്റ നേരം കൊണ്ട് വേണ്ട, 3 നേരമായിട്ട് കഴിച്ചാൽ മതി. നമ്മുടെ നൂഡിൽസ് കഴിച്ചാൽ 12 ഗ്രാം പ്രോട്ടീൻ കിട്ടും സുഹൃത്തുക്കളെ. നൂഡിൽസ് കഴിച്ചാൽ. ഹലോ, നൂഡിൽസ് കഴിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ എല്ലാം അറിയുന്നുണ്ടോ ഇന്ന് 12 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നുണ്ടെന്ന്? ഈ ഒരു നൂഡിൽസ് കഴിച്ചാൽ 12 ഗ്രാം പ്രോട്ടീൻ കിട്ടും. ഇനി നമുക്ക് ഇഷ്ടം പോലെ പ്രൊഡക്ട്സ് ഉണ്ട്. നോക്കൂ, രാജ്മ അറിയാൻ എത്ര പേരുണ്ട്? രാജ്മ, യെസ്, അടിപൊളി പ്രോട്ടീൻ സോഴ്സാ. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് വേവിക്കാതെ വേണം കഴിക്കാൻ. പച്ചക്ക് കഴിക്കണമെന്ന് ചോദിക്കും. അങ്ങനെയല്ല, കുക്കറിലിട്ട് വേവിച്ചാൽ അതിന്റെ പ്രോട്ടീൻ കണ്ടന്റ് കുറയും. നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം ചെറുതായിട്ട് ആവി കയറ്റി അതെന്താവും? സോഫ്റ്റ് ആവും. അതുകൊണ്ട് സാലഡുകൾ കഴിക്കുക. ഓക്കെ ആണോ? കുഴപ്പമില്ല. കറിയായിട്ട് കഴിച്ച പ്രോട്ടീൻ കുറയുന്നേ ഉള്ളൂ. എന്നാൽ അത് കഴിച്ചാൽ എന്ത് കിട്ടും? പ്രോട്ടീൻ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ പയർവർഗ്ഗങ്ങള്, പരിപ്പുണ്ട്, ചെന, വെളുത്ത കടല, ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. ഇനി പ്രോട്ടീന്റെ രാജാക്കന്മാരാണ് എന്ത്? ഗുഡ് ഡോട്ടിന്റെ ഈ 2 സാധനങ്ങള്. പ്രോട്ടീൻസ് കഴിക്കാൻ എത്ര പേരുണ്ട്? യെസ്. ഞാൻ ആഴ്ചയിൽ 5 ദിവസം പ്രോട്ടീൻസ് കഴിക്കുന്ന ഒരാളാണ്. ബാക്കി 2 ദിവസം എന്താ കഴിക്കാത്തത്? ആ 2 ദിവസം വെജ് ബൈറ്റ്സ് ആണ്. വേറെ വ്യത്യാസമൊന്നുമില്ല. ആ 2 ദിവസം വെജ് ബൈറ്റ്സ് ആണ്. ബാക്കി എല്ലാ ദിവസവും പ്രോട്ടീൻസ് ആണ്. നിങ്ങൾക്ക് തിരിച്ചും കഴിക്കാം. കാരണം പ്രോട്ടീൻസിനാണ് 100 ഗ്രാമിൽ എത്ര പ്രോട്ടീൻ ഉണ്ട്? 50 ഗ്രാമിന്റെ അടുത്ത് പ്രോട്ടീൻ ഉണ്ട്. ആ 50 ഗ്രാം കറി കഴിച്ചാൽ അതിന് ഓൾമോസ്റ്റ് 25 ഗ്രാമിന്റെ അടുത്ത് എന്ത് കിട്ടും? പ്രോട്ടീൻ കിട്ടും. അപ്പൊ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങാം. എല്ലാം ആഹാരത്തിലും എല്ലാ മീൽസിലും പ്രോട്ടീൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്താം. റെഡിയാണോ? യെസ്. പ്രോട്ടീൻ ഉള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുക. നിങ്ങളുടെ ശരീരം ഒന്ന് എനർജറ്റിക് ആവും. റെഡിയാണല്ലോ? യെസ്. അതുപോലെ തന്നെ യെസ്,